Hello everybody, thank you for watching our channel and welcome to a kitchen tour. ഇത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരാളും ചോദിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് എൻ്റെ കിച്ചൺ ടൂർ ഒന്ന് ചെയ്യണം എന്ന്. സോ ഒരു ചെറിയ സ്പേസാണ്. ആ സ്പേസ് നമ്മൾ ആദ്യം വന്നപ്പോൾ അയ്യോ ഇതിൽ സ്ഥലം ഉണ്ടാവുമോ, നമ്മൾ ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് സ്ഥലം ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലെ എനിക്ക് ചെയ്യാനും പറ്റി. 2-3 കാര്യങ്ങൾ ബാക്കിയുണ്ട് ചെയ്ത് തീർക്കാൻ. പക്ഷെ അത് സാരില്ല, അത് അത്ര വലിയ അർജൻറ്റായ കാര്യമല്ല. സോ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് നമ്മുടെ കിച്ചൺ ടൂർ ഒന്ന് നടത്താമെന്ന്. ബിക്കോസ് ആദ്യം വന്നപ്പോൾ ഉള്ള ഒരു കിച്ചണും ഇപ്പം കാണുമ്പോഴും നല്ല ഡിഫറൻസും ഉണ്ട്. എനിക്ക് നമ്മളെ കിച്ചൺ കാണുമ്പോൾ കുറച്ച് സന്തോഷമാണ്. ഞാൻ എങ്ങനെയാണ് ആഗ്രഹിച്ചത് അതുപോലെ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. സോ വെൽക്കം ടു അവർ കിച്ചൺ ടൂർ. അപ്പോൾ വെൽക്കം ടു അവർ കിച്ചൺ. സോ ഇങ്ങനെ കയറുമ്പം തന്നെ ആദ്യം തന്നെ നമ്മളെ ഫ്രിഡ്ജാട്ടോ സൈഡിലുള്ളത്. അതിനുള്ള സ്പേസ് അവർ തന്നെ തന്നിട്ടുണ്ട്. സോ അവിടെ നമ്മൾ അതിൻ്റെ സൈസും ഷേപ്പും ഒക്കെ നോക്കിയിട്ടാണ് ഈ ഫ്രിഡ്ജ് മേടിച്ചതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഫിറ്റ് ആവണം എന്നുള്ളൊരു ലോജിക്കിൽ. സോ അത് കറക്റ്റായിട്ട് ഫിറ്റായി. അത് ഫസ്റ്റ് സക്സസ് ആയിരുന്നു നമ്മളുടെ. സോ ആദ്യം കയറുമ്പം തന്നെ നമ്മളുടെ ഫ്രിഡ്ജ്. അതിനുശേഷം കയറി വരുമ്പോഴാണ് ഈ സൈഡ് നമ്മൾ ഒരു ക്യാബിനറ്റ് അടിച്ചു. എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പം ഒരു ചെറിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം മിക്സി വെക്കാനോ അല്ലെങ്കിൽ ഓവൻ വെക്കാനോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും അപ്ലയൻസസ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് അത്യാവശ്യമാണ്. അതിപ്പം സ്ലാബ് അത്ര വലിയ കിച്ചൺ അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ വെക്കേണ്ടി വരും. അതൊരു വൃത്തി ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഉള്ളിൽ കയറ്റി വെക്കേണ്ടി വരും. ഉള്ളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണ്ടേ, അത് എപ്പോഴും എടുത്ത് ചെയ്യാൻ അതും ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാബിനറ്റ് വേണമെന്ന്. സോ ഇങ്ങനത്തെ ഒരു ക്യാബിനറ്റ്, അത് ഗ്ലാസ് ഡോറ്. ഇപ്പം ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ മിക്സറിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. മേലെ നമ്മളുടെ ഓവൻ. പിന്നെ ഇതിൻ്റെ മേലെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും സാധനം, ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല എന്ത് വെക്കണമെന്ന്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ വെക്കാം എന്നുള്ളൊരു ഒപ്പീനിയൻ ഉള്ളായിരുന്നു. സോ നമ്മൾ ഇവിടെ തന്നെ അതിനുള്ള എന്താ പറയണ്ട സോക്കറ്റും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഉള്ളിൽ നിന്ന് തന്നെ നമുക്കെല്ലാം ചെയ്യാം. സോ ഇത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിക്കുക, അത് കഴിഞ്ഞിട്ട് അത് ഉള്ളിലേക്ക് കയറ്റുക. സോ ഇങ്ങനെ ഇവിടെ എന്താ പറയണ്ട ഓവനും പിന്നെ മേലെ ഇതും. സോ ഇതാണ്. ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് വൃത്തിയിൽ, ചെറിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വൃത്തിയിൽ വെക്കാൻ പറ്റിയൊരു ഇത്. ബിക്കോസ് ഈ ഭാഗത്ത് നമ്മൾ ഗ്യാസിൻ്റെ തൊട്ടിപ്പുറത്ത് എനിക്ക് തോന്നുന്നില്ല ഈ സ്പേസ് പൊതുവെ വേസ്റ്റ് ആവും. ഞാൻ പ്രത്യേകിച്ചൊന്നും ആ ഭാഗത്ത് ചെയ്യൂല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വൈ നോട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാബിനറ്റ് വെച്ചാൽ അത്രയ്ക്ക് യൂസ് ആവുമല്ലോ എന്നുള്ളത്. സോ ആ ക്യാബിനറ്റ് വെച്ച് കഴിഞ്ഞ് തൊട്ട് ഇവിടെയാണ് കേട്ടോ ഗ്യാസ് സ്റ്റൗ ഉള്ളത്. ഇത് ഇവിടുത്തെ ബിൽഡേഴ്സിൻ്റെ പ്ലാൻ പ്രകാരം ആക്ച്വലി ഗ്യാസ് സ്റ്റൗ വരേണ്ടത് ഈ ഒരു ഭാഗത്തായിരുന്നു. പക്ഷേ നമ്മൾക്ക് അത് ഈ ഭാഗത്തായിരുന്നു വരേണ്ടത്. ഈ നോർത്ത് വെസ്റ്റ് എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇത് നോക്കുന്ന സമയത്ത് ഈ ഭാഗത്തായിരുന്നു നമുക്ക് വരേണ്ടത്. സോ അതിൻ്റെ അക്കോർഡിംഗ്ലി നമ്മളത് മാറ്റി. സോ ഇവിടെ ഗ്യാസ് സ്റ്റൗ, മേലെ ചിമ്മിണി. പിന്നെ ഞാൻ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ തന്നെ അവരോട് പറഞ്ഞിരുന്നു ഈ ഒരു ഭാഗത്ത് ഇനിയൊന്നും വേണ്ട, ഇവിടെ കുത്തിത്തിരിച്ച് ഒരു കബോർഡൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു ചിമ്മിണി മാത്രം മതി. ബിക്കോസ് ഓൾറെഡി ഒരു ക്യാബിനറ്റ് ഇപ്പുറത്തെ സൈഡ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്പേസ് ഇതിന് മാത്രം എന്നുള്ളൊരു ഇതിൽ ഞാൻ കൊടുത്തു. അതിനുശേഷം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്ലാബിലൊന്നും അങ്ങനെ ഒന്നും വെക്കണ്ട, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് പിന്നെ ആ അത്യാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചത് കബോർഡിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക്. പക്ഷേ നമ്മളുടെ ഗ്രാനൈറ്റിൽ നമ്മുടെ ഈ കിച്ചൺ സ്ലാബിൽ പൊതുവെ ഒന്നുമില്ലാതെ നല്ല വൃത്തിയായി ഇരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സോ മാക്സിമം പോയാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഈ വലിയൊരു വെജിറ്റബിൾ ബോർഡ്. ഓക്കെ, സോ നോർമലി സ്ലാബിൽ ഞാൻ വെക്കുന്നത് ഒരു വെജിറ്റബിൾ ബോർഡ്, പിന്നെ ഒരു ഫ്ലാസ്ക് പോലത്തെ ഒരു ബോട്ടിലും, പിന്നെ നമ്മളുടെ എണ്ണയും ഗീയും അത് ആവശ്യമുള്ളതും, പിന്നെ നമ്മളുടെ 2 കപ്പും. ഇതാണ് മോസ്റ്റ്ലി ഉണ്ടാവുള്ളൂ ഈ സ്ലാബിൽ. ബാക്കിയൊക്കെ ആവശ്യം കഴിഞ്ഞ് ഞാൻ അതിനനുസരിച്ച് മാറ്റി വെക്കും. ഇനി ഇങ്ങോട്ട് വരുമ്പം തന്നെ ഇതിൻ്റെ താഴെ തന്നെ നമ്മൾ ക്യാബിനറ്റ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്.
സോ എന്താ പറയണ്ടേ, ഇതിൻ്റെ ഉള്ളിൽ ഒരു SS ട്രേ പോലെ നമുക്ക് വെജിറ്റബിൾ, ഉള്ളിയും പൊട്ടറ്റോ ഒക്കെ വെക്കാനും അതിൻ്റെ താഴെ സ്പേസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും വെക്കണം എന്നുള്ളൊരു ഇതിൽ. സോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എൻ്റെ പൊടികളായിരുന്നു. ഈ ഈസി ആക്സസബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നെയിം ചെയ്ത് വെച്ചു. ഇനി മാറിപ്പോണ്ടല്ലോ അതുകൊണ്ട്. അതുപോലെയാണ് ഇപ്പുറത്തെ സൈഡ് നമ്മളുടെ സ്പൂൺസ്, അത് സ്പൂൺസും ഫോർക്കും അങ്ങനത്തെ സാധനങ്ങൾ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെക്കാൻ. ഈ താഴത്തെ ക്യാബിനറ്റിൽ ആദ്യം വേറെ എന്തോ ഐഡിയ ആയിരുന്നു, മേ ബി പ്ലേറ്റ്സ് വെക്കാനുള്ളൊരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അത് വേണ്ട എന്ന് ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്. എന്നാൽ പിന്നെ എനിക്ക് കുപ്പികൾ വെക്കാൻ, ലൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈക്ക് കടലയാണെങ്കിൽ പുട്ടുപൊടിയാണെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ വെക്കാനൊരു സ്പേസ് ആവുമല്ലോ. ആൻഡ് ഈസി ആക്സസിബിൾ ആണ്. ഞാൻ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ പോലെ ഒരു സ്പേസ് ആയിരുന്നു ഇത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇവിടെ ഒന്നും വേണ്ട, ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്നുള്ളത്. പിന്നെ സൈഡിലുള്ള കബോർഡ് ഇത് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ റൊട്ടേറ്റിംഗ് ഒരു സാധനം ഉണ്ടാവല്ലോ, അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് സാധനം മേടിക്കാം. പക്ഷേങ്കിൽ ഇതൊരു വലിയ സ്പേസ് ആയതുകൊണ്ട് അവർ തന്നെ പറഞ്ഞു സ്പേസ് വേസ്റ്റേജ് ആവും, വേണമെങ്കിൽ വെറും ഒരു തട്ടടിച്ച് തരാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തട്ട് ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ടിഫിൻസും അങ്ങനത്തെ കാര്യങ്ങൾ, എക്സ്ട്രാ കാര്യങ്ങൾ എന്താണ് ഞാൻ അധികം യൂസ് ചെയ്യാത്തത് അത് അതിൻ്റെ ഉള്ളിൽ വെച്ചു എന്ന് മാത്രം. പിന്നെ ഇപ്പുറത്ത് വരുന്ന സമയത്ത് ഈ ഒരു ക്യാബിനറ്റിലാണ് ഞാൻ എൻ്റെ ആവശ്യമുള്ള എല്ലാ പാത്രങ്ങളും ഉള്ളത്. ഞാൻ ഡെയിലി യൂസിന് ഞാൻ എടുക്കുന്ന എല്ലാ പാത്രങ്ങളും ഞാൻ ഇതിനകത്ത് വെക്കും. സോ വേറെ എവിടെയും പോയി തേടേണ്ട ആവശ്യമില്ല. സോ എന്തൊരു പാത്രമാണെങ്കിലും അത് ഇവിടുന്ന് ഞാൻ എടുക്കും. പിന്നെ ഇതിൻ്റെ സ്പേസ് ഇത് ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇത് ഡോറ് മാത്രമേ ഉള്ളൂ, ഉള്ളിലൊന്നും കൊടുത്തിട്ടില്ല. അവിടെ പ്രത്യേകിച്ചൊന്നും വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചുകൊണ്ട് വെറും ഒരു ഡോറ്, ആ ഒരു സ്പേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ സിങ്ക്, ഇവിടുത്തെ സിങ്ക് ഞാൻ പൊതുവെ യൂസ് ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് കിച്ചൻ്റെ ഉള്ളിലായതുകൊണ്ടും നമ്മൾ എപ്പോഴും ഇങ്ങനെ പാത്രം കഴുകിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ വെള്ളമാവും, അല്ലെങ്കിൽ എന്താ പറയണ്ടേ എന്തെങ്കിലും വൃത്തികേടാവും. ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ഈ സിങ്ക് പൊതുവെ മാക്സിമം ഞാൻ യൂസ് ചെയ്യാതിരിക്കാൻ നോക്കും. പെട്ടെന്ന് എന്തെങ്കിലും കഴുകണമെങ്കിൽ മാത്രം കഴുകുന്നല്ലാണ്ട് ബാക്കി നമ്മൾ കഴിച്ച പാത്രങ്ങളും അതും ഇതൊക്കെ നമ്മൾ പുറത്ത് യൂട്ടിലിറ്റിയിൽ ഒരു സിങ്ക് ഉണ്ട്, ആ സിങ്കാണ് ഞാൻ ഉപയോഗിക്കുക. സോ അതുകൊണ്ട് ഇത് പൊതുവെ അങ്ങനെ ക്ലീനായി ഇരിക്കും. പിന്നെ മേലേക്ക് വരുമ്പം ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഈ കബോർഡിലാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ഗ്രോസറീസ് ഒക്കെ വെച്ചിരിക്കുന്നത്. നമ്മൾ യൂഷ്വലി മന്ത്ലി പർച്ചേസ് ആണ് ചെയ്യുക. ആഴ്ചക്ക് നമ്മൾ ആകെ വെജിറ്റബിൾസും ഇങ്ങനെ നോൺ വെജും കാര്യങ്ങളും മേടിക്കും എന്നല്ലാണ്ട് ബാക്കിയുള്ള നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാസം പർച്ചേസാണ് ചെയ്യുക. സോ അത് ഞാൻ എൻ്റെ സ്റ്റോറേജ് ബോക്സ് ആക്കി വെച്ചു, അത് അത്ര തന്നെ. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വരുമ്പം പുറത്തുനിന്ന് കാണുമ്പം ഒരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചെന്ന നടുക്കിൽ നമുക്ക് ഗ്ലാസിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ക്യാബിനറ്റ് പോലെ പണിയാമെന്ന്. സോ അങ്ങനെ ചെയ്താണിത്. സോ ഇതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഗ്ലാസ് ഐറ്റംസ്, കുപ്പി ഗ്ലാസും അതും ഇതും ഒക്കെ എടുത്തു വെക്കുക. ഇതിൻ്റെ ഉള്ളിലൊരു ലൈറ്റ് വെക്കണമായിരുന്നു. സോ അതിപ്പോഴത്തേക്ക് വെച്ചിട്ടില്ല, അത് ആവുന്ന സമയത്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വെക്കും. പിന്നെ ഈ ഒരു കബോർഡാണ് ഉള്ളത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കബോർഡിൽ എന്ത് ചെയ്യണം എന്നുള്ളതൊരു വലിയ ഐഡിയ ഇല്ലായിരുന്നു. നമ്മൾ ആദ്യം തീരുമാനിച്ച് ഇവിടെ നമുക്കെന്നാ എന്തായിരുന്നു നമ്മളുടെ പ്യൂരിഫയർ വെക്കാമെന്നായിരുന്നു. പക്ഷെ അതിൻ്റെ കണക്ഷനും അവർ യൂട്ടിലിറ്റിയിലാണ് കൊടുത്തത്. സോ അവിടുന്ന് കണക്ഷൻ മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ഒരു സ്പേസ് ജസ്റ്റ് ഒരു ബ്ലാങ്ക് കബോർഡൊന്നും ഇല്ലാതെ ആക്കി വെച്ചതായിരുന്നു. പിന്നെയാണ് കബോർഡ് ആക്കിയപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ പ്ലേറ്റ്സ് വെക്കാൻ, ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ പ്ലേറ്റ്സ് വെക്കാൻ ഇവിടെ വെച്ചത് തരുന്ന. പിന്നെ സിങ്കിൻ്റെ നേരെ മേലെ ആകുമ്പം വല്ല വെള്ളം ഉണ്ടെങ്കിൽ അത് സിങ്കിലേക്ക് തന്നെ ഉറ്റിപ്പോയിക്കോളും. സോ ഈ സാധനം നമ്മളുടെ ബോക്സ് ഭയങ്കര വലുതും ഈ സാധനം കുറച്ച് കുഞ്ഞതുമായിരുന്നു. അപ്പോൾ പിന്നെ തോന്നിയ ഐഡിയ ആണ് എന്നാൽ പിന്നെ ഇവിടെ ഒരു ഡിവൈഡർ വെച്ചിട്ട് ഇവിടെ ഒരു തട്ട് വെച്ചാൽ അത്യാവശ്യമുള്ള എന്തെങ്കിലും സോപ്പോ അങ്ങനെ എന്തെങ്കിലും ഉള്ളിൽ വെക്കാമല്ലോ എന്നുള്ളത്. സോ അങ്ങനെയാണ് നമ്മൾ ഈ സ്പേസ് ഡിസൈൻ ചെയ്തത്. പിന്നെ മേലെ നമ്മൾ യൂഷ്വലി എല്ലാ വീട്ടിലും കാണുമ്പോൾ മേലെയും തട്ടടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ വേറൊരു വീട്ടിൽ അവർ ഇൻറ്റീരിയർ ചെയ്യുന്ന വേറൊരു വീട്ടിൽ കയറിയപ്പം ഞാൻ കണ്ടത് ഈ ഒരു സൈസ് തന്നെയാണ് അവരുടെ കിച്ചണും. സോ മേലെയും കൂടി അടിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ സ്പേസ് ഭയങ്കര ഇല്ലാത്ത പോലെ ഒരു ഫീലിംഗ് തോന്നി. അപ്പം തന്നെ ഞാൻ വിചാരിച്ചതാ നമുക്ക് സ്റ്റോറേജിന് പുറത്ത് യൂട്ടിലിറ്റിയിൽ എന്തെങ്കിലും ചെയ്യാം, പക്ഷേങ്കിൽ മേലെ നമുക്ക് കബോർഡ്സ് അടിക്കണ്ട. ബിക്കോസ് അതും കൂടി അടിച്ച് കാണുമ്പം കിച്ചൻ്റെ സ്പേസ് തീരെ ഇല്ലാത്ത പോലെ ആയിപ്പോന്നു. സോ അതുകൊണ്ട് മേലെ നമ്മൾ അടിച്ചിട്ടില്ല.
പക്ഷെ അത് കാരണം കൊണ്ട് തന്നെ നമ്മളുടെ ചിമ്നീൻ്റെ വയറ് ഇങ്ങനെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ അതും എന്തെങ്കിലും ചെയ്യണം. അതാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ കിച്ചണിൽ പെൻഡിങ്. അത് നമ്മൾ വിചാരിച്ചു ആലോചിച്ച് എങ്ങനെയാണ് വൃത്തിയിൽ ചെയ്യാൻ പറ്റുക, കവർ ചെയ്യാൻ പറ്റുക എന്നിങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കണ്ട് ഇപ്പോൾ യൂസ്ഡ് ആയി. ഇപ്പം വലിയ വൃത്തിയായിട്ട് തോന്നില്ല. ആദ്യം വെച്ചപ്പോൾ മാത്രമേ നമുക്ക് വൃത്തിയേടായിട്ട് തോന്നിയുള്ളൂ. ഇപ്പം അത് യൂസ്ഡ് ആയി. അങ്ങനെ പിന്നെ ഒരു മിനിറ്റ്, ഞാൻ ആ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡെക്കറേഷൻ ഇവിടെയും ലൈറ്റ് വെച്ചു, ഒരു വൈബിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം രാത്രിയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ ലൈറ്റ് ഇട്ടിട്ട് ഇതാക്കാം. സോ അങ്ങനെ ഇത് ഇനി വരുമ്പം നമ്മളുടെ യൂട്ടിലിറ്റി ഏരിയ കേട്ടോ. ഈ യൂട്ടിലിറ്റി ഏരിയയിൽ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല മഴയാണ്. സോ ഓക്കെ, ഈ യൂട്ടിലിറ്റി കഴിഞ്ഞാൽ ഇതെന്താ ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റ് സൈഡ് തന്നെ നമ്മൾ ഈ ക്യാബിനറ്റ് ആക്കി. ഇത് ബേസിക്കലി ആദ്യം വിചാരിച്ചത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ മന്ത്ലി പർച്ചേസ് മേടിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്യാബിനറ്റ് ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പം ഉള്ളതൊക്കെ ഇവിടെ ഇടാവുന്നായിരുന്നു. പിന്നെ ഒക്കെ സെറ്റായി വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഇവിടെ ഇടണ്ട, ഉള്ളിൽ തന്നെ അവിടെ ഇത്രയും സ്പേസിൽ ഉള്ളിലിടാം. ഇവിടെ ഇപ്പം നമ്മൾ പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല. നമ്മളിങ്ങനെ വേസ്റ്റിൻ്റെ കവേഴ്സ് അതൊക്കെ വെച്ചിട്ടുള്ളൂ. കവേഴ്സ് ഇല്ലെങ്കിൽ എണ്ണ, ഷാമ്പു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ളൂ. ഇതിൽ പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല. അതുപോലെ ഇവിടെ ഒരു കബോർഡ് ആക്കിയിട്ടുണ്ട്. ഈ കബോർഡിലും ഒന്നുമില്ല ഇപ്പം, 2 തട്ടടിച്ചൊരു കബോർഡ്. ഇൻ ഫ്യൂച്ചർ നമ്മളിങ്ങനെ താമസിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിലില്ല. പക്ഷേ ഇൻ ഫ്യൂച്ചർ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് വെക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ഇതിൻ്റെ മേലെയും തട്ടടിച്ചിട്ടുണ്ട്. അതും ഇപ്പം അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. പക്ഷേങ്കിൽ പറയുന്ന പോലെ ഇൻ ഫ്യൂച്ചർ നമ്മൾ എന്നറിയേണ്ട താമസിച്ചൊക്കെ കുറേ കഴിഞ്ഞ സമയത്ത് നമ്മൾ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാമല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. ഇപ്പം തുടങ്ങിയോണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആവശ്യം തോന്നില്ല. പക്ഷേ കുറേ കഴിയുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ വെക്കണം, എവിടെ വെക്കണം, സ്ഥലമില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അയ്യോ അന്നൊരു ക്യാബിനറ്റ് അടിച്ചാൽ മതിയല്ലോ എന്ന് ആലോചിക്കുന്നതിൻ്റെ പകരം ഞാൻ ഇപ്പോഴേ അടിച്ചു വെച്ചത്. പൊതുവേ ഇതൊരു ചെറിയ സ്പേസ് ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിരുന്നു കുറച്ച് സ്റ്റോറേജ് സ്പേസ് അധികം ഉണ്ടാവണം എന്ന്. സോ അതുകൊണ്ടാണ് ഞാൻ ഓക്കെ. സോ പൊതുവേ എന്താ പറയണ്ട, കുഞ്ഞ് സ്പേസ് ആയതുകൊണ്ട് തന്നെ മാക്സിമം സ്റ്റോറേജ് സ്പേസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഐഡിയ. പക്ഷേങ്കിൽ അത് കൊടുക്കുമ്പോൾ അത് അത്ര വൃത്തികേടായും തോന്നാൻ പാടില്ല, കുറച്ച് സ്പേസ് പോയ മാതിരിയും തോന്നാൻ പാടില്ല. സോ അതായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് മോട്ടീവ്. സോ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം ഇത് ഇവിടെ ആക്ച്വലി ഗ്രില്ലാണ്. ഇവിടെ അവർ ബിൽഡേഴ്സ് നമുക്ക് ജനൽ തരില്ല, ബിക്കോസ് ഇവിടെ ഒരു വാതിൽ അവർ തന്നുകൊണ്ട്. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഐഡിയ പ്രകാരം ഇവിടെ ഒരു ജനൽ വെക്കണം എന്നാണ്. അതിപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ എന്നാലും അതൊരു ഇത്തിരി അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്ലാറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പല ടവറും പല കാര്യങ്ങളും ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ അതിൻ്റെ പൊടിയും അതും ഇതൊക്കെ ഇതിലേക്കൂടെ വരും. സോ അത് ഒഴിവാക്കാൻ ജനൽ ഇസ് എ മസ്റ്റ്. അല്ലെങ്കിൽ ഈ മഴ പെയ്താൽ തന്നെ കുറച്ച് ഫോഴ്സുള്ള മഴയാണെങ്കിൽ അങ്ങ് തട്ടി ഉള്ളിൽ കയറും. സോ കബോർഡിനൊക്കെ അത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ അത് എഫക്റ്റ് ആകാം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ജനൽ വെക്കണം, മേ ബി ഒരു സ്ലൈഡിങ് വിൻഡോ. അതാണ് എൻ്റെ മനസ്സിൽ. അത് നോക്കാം. അതാണ് മൂന്നാമത്തെ കാര്യം ബാക്കിയുള്ളത്. പിന്നെ ഇപ്പുറത്തെ സൈഡ് വന്നു കഴിഞ്ഞാൽ വാതിൽ കുറച്ച് ഇങ്ങോട്ടാക്കണം, എന്നാലും നമുക്കിപ്പോൾ ഇതാണ് ഞാൻ വാഷ് ചെയ്യുന്ന സ്ഥലം. ഇവിടെയാണ് മാക്സിമം എല്ലാം പൊതുവേ ഞാൻ ഇവിടെയാണ് ഞാൻ ആദ്യമേ തീരുമാനിച്ചതാണ്. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വാതിൽ തുറന്ന് വന്ന് ഇവിടെ ഇട്ട് കഴുകാൻ, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേങ്കിൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. സോ ഞാൻ ആദ്യം തീരുമാനിച്ച കാര്യമാണ് കിച്ചണിലത്തെ സിങ്ക് ഞാൻ മാക്സിമം ഒഴിവാക്കും. എന്താണെന്ന് വെച്ചാൽ അവിടെ പിന്നെ വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഈ സിങ്കിലാണ് ഞാൻ എല്ലാം പാത്രങ്ങളും കഴുകലും വെക്കലും. പിന്നെ ഇവിടെ ഞാനൊരു അതിനനുസരിച്ചുള്ളൊരു ഇതും മേടിച്ചു, സ്റ്റീലിൻ്റെ. സോ നമുക്ക് പാത്രം കഴുകിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അതിനകത്ത് വെക്കാം. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണങ്ങിയില്ലെങ്കിലും കുറച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പാത്രം അവിടെ നിന്ന് എടുത്തിട്ട് ഞാനതൊരു നല്ല ടവൽ കൊണ്ട് തുടച്ചിട്ട് ഞാൻ തിരിച്ച് എൻ്റെ കബോർഡിലേക്ക് കൊണ്ടുപോയി വെക്കും. പിന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു. ഇതിൻ്റെ അടിയിൽ വലിയ തട്ടൊന്നുമില്ല, ജസ്റ്റ് കവർ ചെയ്തു. അതൊരു വൃത്തിയിലിരിക്കാൻ വേണ്ടിയിട്ടൊരു കവർ ചെയ്തു. പക്ഷെ അതിൻ്റെ അടിയിൽ എൻ്റെ ശരിക്കുള്ള മനസ്സിൽ എന്തായിരുന്നു എന്ന് വിചാരിച്ചാൽ നമ്മൾ ചൂലും തുടക്കുന്ന സാധനങ്ങളും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ സിലിണ്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാമല്ലോ. അപ്പം
അപ്പോൾ അത് വെക്കുമ്പം ആ വൃത്തിയോട് അറിയാതിരിക്കാൻ വേണ്ടി ഒരു ഡോറ്, അതായിരുന്നു എൻ്റെ ഐഡിയ. പിന്നെ നമ്മൾ സിലിണ്ടർ, സ്ഥലം കുറവായതുകൊണ്ട് തന്നെ എനിക്ക് കിച്ചണിൻ്റെ ഉള്ളിൽ വെക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. എന്താണെന്ന് വിചാരിച്ചാൽ അപകടം വരും എന്നല്ല, പക്ഷെ എന്നാലും ഒരു കിച്ചണിൻ്റെ ഉള്ളിൽ വെക്കാൻ എനിക്ക് വലിയ അത്ര താല്പര്യമില്ലാത്ത, എങ്ങനെയാണ് അത് പുറത്ത് വെക്കുക എന്നുള്ളൊരു, എനിക്കൊന്ന് പൊതുവേ ഈ ഫ്ലാറ്റിലൊക്കെ എല്ലാവരും പുറത്ത് തന്നെയാണ്, ഈ യൂട്ടിലിറ്റി സ്പേസിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് തോന്നുന്നു. സോ നമ്മളെന്താ വെച്ചാൽ അവിടുന്ന് കണക്ഷൻ തുടങ്ങി, അവിടുന്ന് ആ ഗ്യാസ് സ്റ്റൗന്ന് കണക്ഷൻ തുടങ്ങി ഈ അടിയിലേക്കൂടെ നമ്മളുടെ കബോർഡിൻ്റെ ഉള്ളിലേക്കൂടെ കൊണ്ടുവന്ന് പുറത്തേക്ക് ആ കണക്ഷൻ എടുത്ത് ഇവിടെയാണ് യൂട്ടിലിറ്റി ഏരിയയിലാണ്, സോറി ചൂടുണ്ട് അത് ഞാൻ മാറ്റിത്തരാം, ആ യൂട്ടിലിറ്റി ഏരിയയിലാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് സേഫ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെയാണ്. ഇവിടെ നമ്മളുടെ വാഷിംഗ് മെഷീൻ, ഇത് അതിനുള്ള സ്പേസ് തന്നെയാണ്, അവരതിനുള്ള പോയിൻറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഐഡിയയിൽ ഇതിൻ്റെ മേലൊരു ഗ്രാനൈറ്റ് അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ പണി തീരുന്നില്ല, കണ്ടിട്ട് തീരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞു മെല്ലെ അത് ക്യാൻസൽ ചെയ്തേക്ക്, കുഴപ്പമില്ല. പിന്നെ നമുക്കൊരു ഡൗട്ടായി, ഇനി അത് ഗ്രാനൈറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ ഈ സ്പേസ് ഒരു കൺജസ്റ്റഡ് ആവുമെന്ന്. സോ അതാണ്. പിന്നെ നമ്മൾ വാട്ടർ ഫിൽറ്റർ, അതിൻ്റെ കണക്ഷൻ ബിൽഡേഴ്സ് എന്തുദ്ദേശിച്ചിട്ടാണെന്നറിയില്ല യൂട്ടിലിറ്റി ഏരിയയിൽ കൊടുത്തത്. അത് ശരിക്കും നമുക്ക് അത്യാവശ്യം കിച്ചണിൻ്റെ ഉള്ളിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തിനും ഏതിനും പുറത്തിറങ്ങി വന്ന് വെള്ളം എടുക്കേണ്ട അവസ്ഥയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ കാണിച്ച നമ്മൾ ആ സ്റ്റീൽ ബോട്ടിൽ ഞാൻ പൊതുവേ അതിൽ ഫുൾ നിറച്ച് വെക്കും, എന്നിട്ട് കുക്കിംഗ് ടൈമിൽ എപ്പോഴും ഇറങ്ങി വരണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ ഞാൻ അതിന്ന് വെള്ളം എടുക്കും, അത് തീരുമ്പോൾ വീണ്ടും വന്ന് നിറയ്ക്കും ഇത്. സോ ഇത് മാത്രമാണ് ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കുടിക്കണമെങ്കിലും ശരി, എന്തെങ്കിലും കുക്കിങ്ങിന് ഉപയോഗിക്കണമെങ്കിലും ശരി, എപ്പോഴും യൂട്ടിലിറ്റി ഏരിയയിൽ വന്ന് ഫില്ല് ചെയ്തിട്ട് പോകണം. സോ അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. പക്ഷെ സാരില്ല, ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്ത് നമുക്കത് ശീലമാകുമ്പോൾ പിന്നെ അത് പൊതുവേ അങ്ങ് ശീലമായിക്കോളും. സോ ഇതാട്ടോ എൻ്റെ കിച്ചൺ. ചെറിയ സ്പേസാണ്, പക്ഷേ എനിക്കത് ഞാൻ ആഗ്രഹിച്ച പോലെ കുറച്ച് വൃത്തിക്കും സ്പേസ് അധികം ഇല്ലാത്ത പോലെയൊന്നും തോന്നുന്ന ഒരു ഫീലിംഗ് ഇല്ല നമുക്ക്. സ്പേഷ്യസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സ്പേസ് ഉണ്ട്. കുറച്ച് ഇങ്ങനെ ഇരുന്ന് ജോലി എടുക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. സോ അതായിരുന്നു എൻ്റെ മെയിൻ എയിം. ചെറിയ സ്പേസ് ആണെങ്കിലും ഒരു കൺജസ്റ്റഡ് ആയ പോലെ തോന്നരുത് നമ്മൾ ഇൻറ്റീരിയേഴ്സ് കഴിയുമ്പോഴത്തേക്ക്. സോ അതായിരുന്നു എൻ്റെ മെയിൻ എയിം. സോ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ ബാക്കിയുണ്ട്. അത് നമ്മൾ വിചാരിച്ചു ഫ്യൂച്ചറിൽ പോകെ നമുക്ക് ടൈം കിട്ടുമ്പം, ബിക്കോസ് അത്ര വലിയ അർജൻറ്റ് കാര്യമല്ല, അതൊക്കെ നമ്മളുടെ മനസ്സിലുള്ള ഓരോ ഡിസൈൻ വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെ ഫ്യൂച്ചറിൽ പോകെ നമുക്ക് സമയം കിട്ടുമ്പോൾ മെല്ലെ ചെയ്താൽ മതി. പക്ഷേ ബാക്കിയുള്ള മെയിൻ കാര്യങ്ങളൊക്കെ അവർ തീർത്ത് തന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് കിച്ചൺ ടൂർ എടുക്കാമെന്ന്. സോ അത്രയേ ഉള്ളൂ കേട്ടോ. സോ താങ്ക് യു. ഇത് എൻ്റെ ഏറ്റവും ആഗ്രഹിച്ച മൂമെൻ്റാണിത്, എൻ്റെ കിച്ചൺ ടൂർ എടുക്കണം എന്ന് സ്വന്തം വീട്ടിൽ. സോ thank you for watching our channel, and if you like this video, please like, share and subscribe. Bye bye.